പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കൾ കിടപ്പറയിൽ പോലും ആരും കാണുന്നില്ല, പ്രൈവറ്റ് ബെഡ്റൂമിലാണ്, അവിടെ വെച്ച് പോലും ചെയ്യാൻ പാടില്ലാത്ത രണ്ടു കാര്യം. അത് ചെയ്താൽ താമസിയാതെ ആ കുടുംബത്തിൽ ബറക്കത്തേട് മാത്രമല്ല, രണ്ടുപേരും പിരിയേണ്ട അവസ്ഥയിലേക്ക് വരും. ആ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഭാര്യ ഭർത്താക്കൾ പരസ്പരം സ്നേഹത്തോടെ കൂടിയാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്നതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം അള്ളാഹു തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, ദുആ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറു നൽകട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു അമൂല്യമായ നിഅമത്താണ് നമ്മുടെ ഇണ, നമ്മുടെ തുണ. ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. ഇത് വലിയ സന്തോഷമാണ്. ഈ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, പകരം വെക്കാനില്ലാത്ത ഒരു സന്തുഷ്ടകരമായ ജീവിതമാണ്. പലപ്പോഴും ഈ ജീവിതത്തിനിടയിൽ, ഇപ്പോൾ ഭാര്യ ഭർത്താക്കളെ തന്നെ എടുത്താൽ, അവരുടെ പ്രൈവസിയിൽ, അതായത് അവരുടെ പ്രൈവറ്റ് ബെഡ്റൂമിൽ പോലും, കിടപ്പറയിൽ പോലും ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത രണ്ടു കാര്യം. ഭാര്യയും ചെയ്യാൻ പാടില്ല, ഭർത്താവും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ താമസിയാതെ രണ്ടു അവസ്ഥയിലേക്ക് പിരിയാൻ, വിട്ടുപിരിഞ്ഞു പോകാൻ പോലും കാരണമാവും. ഫാമിലി ലൈഫ് തകരുമെന്ന കാര്യം ഉറപ്പാണ്. ചുരുങ്ങിയതൊരു ബറക്കത്തുണ്ടാകില്ല. വലിയ വേദനയിലും കണ്ണീരിലുമായി ജീവിതം തള്ളി നീക്കേണ്ടി വരും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ വിഷയങ്ങൾ ഏതാ? ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈവാഹിക ജീവിതം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടതാണ്. അമ്പിയാക്കളെ കൊണ്ട് മുഴുവൻ അള്ളാഹു ചെയ്യിപ്പിച്ചതാണ്. ഇനി മാരീഡ് അല്ലാത്ത ഒരു നബിയുണ്ട്, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസ നബിയെ കൊണ്ടും കല്യാണം കഴിപ്പിച്ച് മക്കളുണ്ടായി, എന്നിട്ടേ അവിടത്തിന് മരണമുള്ളൂ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ചാരത്ത് ഇറങ്ങി വരും, അറിയാമല്ലോ. ഇറങ്ങി വന്നിട്ട് ഇവിടെ കല്യാണം കഴിക്കും, മാരീഡാകും, മക്കളുണ്ടാകും, അങ്ങനെ സന്തോഷിക്കും, ഫാമിലി ലൈഫിൻ്റെ ടേസ്റ്റ് ഒന്നറിയും, എന്നിട്ടേ മരിച്ചു പോകുള്ളൂ. അപ്പോൾ ഒരു നബി മാത്രം ബാക്കിയാണ്, ആ നബിയെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഈ വൈവാഹിക ജീവിതം, ഇണതുണ ജീവിതം വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. സന്തോഷമാണെങ്കിൽ ഇവിടം തന്നെ സ്വർഗമാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ നമ്മുടെ കുടുംബം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാകാത്തതിൻ്റെ പ്രശ്നം പലപ്പോഴും നമ്മൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങളിങ്ങനെ കെട്ടിയിറങ്ങാനല്ല, കയറ് കെട്ടിയിട്ട് പലപ്പോഴും നമുക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ തീർച്ചയായും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലേക്ക് വധുവിനെ സ്വീകരിക്കുന്നു, അതായത് കല്യാണം കഴിക്കുന്നു, നിക്കാഹ് കഴിക്കുന്നു. ആ നിക്കാഹ് കഴിക്കലോടുകൂടെ മൻ തസവ്വജ ബിംറഅത്തിൻ, ഒരു പെണ്ണിനെ ഒരാൾ വേളി കഴിച്ച് നിക്കാഹ് ചെയ്ത് കൂടെ കൂട്ടിയാൽ ഫഖദ് അഹ്റസ സുൽസൈ ദീനി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ ദീനിൻ്റെ 2/3 ഭാഗവും കരസ്ഥമാക്കി. ശരിക്കും ശ്രദ്ധിക്കണം ഹദീത്ത്. ഇത് സാധാരണ നിക്കാഹിൻ്റെ ഖുതുബ നടക്കുമ്പോൾ ഉസ്താദുമാർ ഓതുന്ന ഒരു ഹദീത്താണ്, കിതാബിലുള്ള ഹദീത്താണ്. സുൽസൈ ദീനിഹിന, ദീനിൻ്റെ 2/3 ഭാഗവും അവൻ കൊണ്ടുപോയി. ഇനി ഒരു ഭാഗം മാത്രമേ ബാലൻസ് ഉള്ളൂ, അത് നോക്കിയാൽ മതി. നിസ്കാരത്തെക്കുറിച്ച് പോലും ഒരു പക്ഷേ ഇങ്ങനെ ഹദീത്ത് ഉണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കണം. ദീനിൻ്റെ 2/3 ഭാഗം നിസ്കരിച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അത്രയേറെ ഇമ്പോർട്ടൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കൾ ഇണതുണ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ മാത്രമല്ല, വിവാഹം കഴിക്കലോടെ ആ കുടുംബത്തിൻ്റെ നിസ്കാരത്തിന് പോലും മാർക്ക് കൂടി. ഒരു റക്അത്തിന് 70 റക്അത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ട് എന്ന കിതാബിൽ കാണാം. ഇന്നലെ വരെ നിസ്കരിച്ച പോലെയല്ല, ഒരു റക്അത്തിന് 70 റക്അത്തിൻ്റെ കൂലി അള്ളാഹു കൊടുക്കാൻ പോവുക. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ പരസ്പരമുള്ള നോട്ടത്തിന്, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം കൊണ്ട്, അങ്ങനെ പറയില്ല, കണ്ണും കണ്ണും നോക്കിയിരിക്കാമെന്ന് പറയില്ലേ, ആ നോട്ടം സ്നേഹത്തോടെ, റഹ്മത്തോടെ, കാരുണ്യത്തോടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, ആ നോട്ടത്തിന് നളറല്ലാഹു ഇലൈഹിമ നളറ റഹ്മ, അള്ളാഹു കാരുണ്യത്തോടെ രണ്ടുപേരെയും നോക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം. രണ്ടുപേരെയും അള്ളാഹു കാരുണ്യത്തോടെ നോക്കും. ആ അള്ളാഹിൻ്റെ ഒറ്റ നോട്ടം മതി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അത്ര ബെനിഫിറ്റാണ്. മാത്രമല്ല, രണ്ടുപേരും സ്നേഹത്തോടെ കൈപിടിച്ചു. ഈ കൈകൾ തമ്മിൽ 2 ഭാഗത്തേക്കും വിടിയിക്കുന്നതിന് മുമ്പ്
കൈകൾ വേർപിരിക്കുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ പിടിച്ചു, സ്നേഹത്തോടെ കോർത്ത് പിടിച്ചു, വിരലുകൾ ചേർത്ത് പിടിച്ചു, എന്നിട്ട് കൈ ഇങ്ങനെ വിടിയിപ്പിച്ചു. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് അവരുടെ തിന്മകൾ അവിടെ വീണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങൾ പൊറുക്കപ്പെടും ഭാര്യ ഭർത്താക്കൾ കൈ പിടിച്ചിട്ട് അതങ്ങനെ വിടിയിപ്പിച്ചാൽ. അപ്പോൾ അവർ മുസാഫത്ത് ചെയ്തവർക്ക് ഭയങ്കര കൂലിയാന്ന് ചുരുക്കം. ആ വലിയ സൗഭാഗ്യമുണ്ടവർക്ക്. അത്രമല്ല, ഒരു ഭർത്താവ് ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവിവേകം, ജഹാലത്ത്, വിവരമില്ലായ്മ, പക്വതയില്ലായ്മ, അല്ലെങ്കിൽ പിന്നെ അവിവേകം, എന്തെങ്കിലും ഒരു സംഭവിച്ചു, ഒരു പ്രയാസം ഉണ്ടാകുന്ന കാര്യം ഉണ്ടായി, അതിൽ ക്ഷമിച്ചു, ഒരു സഡൻ ആക്ഷൻ ഉണ്ടായില്ല, ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല, ക്ഷമിച്ചു കൊടുത്തു, പാവല്ലേ, എൻ്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്ഷമിച്ചു കൊടുത്താൽ അള്ളാഹു അയ്യൂബ് നബിയുടെ കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ് പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് ഭാര്യയ്ക്കും. ഭർത്താവിൻ്റെ ദുസ്വഭാവം പെരുമാറ്റത്തിലും വേദനിപ്പിക്കുന്നതിലും ഉണ്ടായാൽ ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ എത്ര മഹത്വം നോക്കി, ആ മഹദിയുടെ കൂലി നിനക്ക് വാങ്ങാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ പരസ്പര സ്നേഹത്തോടെ. അപ്പോൾ കിടപ്പറയിൽ, നമ്മുടെ ബെഡ്റൂമിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും അവരുമായി, ഇപ്പം ഭാര്യ ഭർത്താവ് ഭാര്യ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇത് വൺ സൈഡല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന അവരുടെ മനസ്സ് പൊട്ടിപ്പോകുന്ന സംസാരം, അത് അവരെക്കുറിച്ച് പറയാം. ഒന്നുകൂടെ കയറും അവരുടെ മാതാപിതാക്കൾ. ഇപ്പോൾ ഭാര്യയുടെ വാപ്പാക്കും ഉമ്മാക്കും കയറി ചീത്ത പറയാമെന്ന് പറഞ്ഞാൽ, അവരെ മോശമാക്കി പറയാമെന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാൾ വേദന അവർക്ക്. അത് എൻ്റെ പെണ്ണല്ലേ, എനിക്കെന്തും പറയാൻ പറ്റൂല, ചെറുപ്പക്കാരാ പറ്റൂല. അള്ളാഹുവിൻ്റെ കോടതിയിൽ നീ ഉത്തരം പറയേണ്ടി വരും. ഭാര്യയുടെ മാപ്പ് ചോദിക്കേണ്ടി വരും സ്വർഗത്തിൽ പോകാൻ. നീ നെറ്റിയിൽ പപ്പടവട്ടത്തിൽ നിസ്കാര ടൈമൊന്നും കാര്യമില്ല, അവിടെ പൊരുത്തം വാങ്ങേണ്ടി വരും. തിരിച്ചിങ്ങോട്ടും അങ്ങനെയാണ്. ഭർത്താവിനെ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ, വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല, വേദനിപ്പിക്കാനേ പാടില്ല. അതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. മലക്കളുടെ ശാപം ഉണ്ടാവും, മലക്കൾ ശപിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിൻ്റെ വാക്കുകളും ചീത്തയും തെറിയൊക്കെ പറയുക, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക. അത് ഭർത്താവിനെ മാത്രമല്ല, ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുക പറ്റൂല ഒരിക്കലും. ഭാര്യ എന്ന് കരുതിയിട്ട് അവളെ വേദനിപ്പിക്കുക, മക്കളുടെ ഇടയിൽ വെച്ച്, വീട്ടിലെ ഉമ്മാരുടെ ഇടയിൽ വെച്ച് അവളെ ശകാരിച്ച് വേദനിപ്പിക്കുക, അതൊക്കെ ഏറ്റവും വലിയ തിന്മയാണ്. അവൻ ഏറ്റവും മോശക്കാരനാണ്. ഏത് മുസ്ലിയാരാണെങ്കിലും മോശക്കാരനാണ്. ആ സ്വഭാവം കൊള്ളില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല. ഏറ്റവും സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യണം എന്ന് കരുതിയിട്ട് ദീൻ പറഞ്ഞു കൊടുക്കണ്ടെന്നോ, നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കണ്ടെന്ന് അങ്ങനെ പറയണ്ടെന്നോ, അല്ലെങ്കിൽ പരിശുദ്ധമായ ദീൻ പറയാത്ത, അല്ലെങ്കിൽ അവിടുത്തെ മറയ്ക്കാത്തൊരു ശൈലി ഡ്രസ് കോഡ് ഇട്ടാൽ അത് പറ്റൂല മോളെ എന്ന് പറയണ്ടെന്നല്ല പറയുന്നത്. ആണാകേണ്ടടുത്ത് ആണാകണം. പക്ഷേ എന്താകാൻ പാടില്ല, വെറുതെ പ്രയാസപ്പെടുത്തുന്ന, അകാരണമായി ചുമ്മാ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് വലിയ അപകടം ചെയ്യും. അതേപോലെ തന്നെയാണ് അവരുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഉടക്കി, ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ നല്ലതാണ് കുറച്ച് നേരത്തേക്ക്, പക്ഷേ അത് തുടർന്നുകൊണ്ടിരിക്കുക. 2-3 ദിവസമായി പിണക്കം മാറിയിട്ടില്ല, ഭാര്യയും ഭർത്താവും വിളിച്ച ഫോൺ എടുക്കില്ല, കണ്ടാൻ വേണ്ടൂല, അങ്ങനെ പ്രയാസത്തിലാണ്. ഭീമമായ അബദ്ധമാണ്. ഇടയിൽ ആര് മരിച്ചാലും രണ്ടുപേരും നരകത്തിൽ പോകേണ്ട അവസ്ഥ വരും. പിന്നെ പൊരുത്തു പിടിക്കാൻ പറ്റില്ല, ഒരിക്കലും ഉണ്ടാകരുത്. പിണക്കം തുടരുക ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്ലീസ് തൻ്റെ ഔദ്യോഗികമായ കസേരയിൽ വന്നിരുന്നിട്ട് തൻ്റെ പട്ടാളക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് ആളുകളൊക്കെ ഫസാദാക്കാൻ. അങ്ങനെ പോയിട്ട് പല ആളുകളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്തു വരുന്ന ആളെ ചേർത്ത് പിടിക്കും ഇബ്ലീസ്. ഇതെൻ്റെ മോനാ, എൻ്റെ മോൻ ഇങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കും, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താൽ. അങ്ങനെ പോയി പലരും നിസ്കാരത്തിലും നോമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വന്നു. അങ്ങനെ അവർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യജീഉ അഹദുഹും ഫഅൽതു കദാ വകദാ, ഞാൻ നിസ്കാരക്കാരെ പ്രയാസത്തിലാക്കി, നോമ്പുകാരുടെ കുറേ നോമ്പ് കുറിച്ച് കളഞ്ഞു, ഹജ്ജുകാരുടെ ഹജ്ജ് വാത്തിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇബ്ലീസ് പറയുന്ന മാ സനഅത ശൈഅ, നീ ഒരു മണ്ണങ്ങട്ടും ചെയ്തിട്ടില്ല, ഇതിനാണോ നേരം കളഞ്ഞത്, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ചൂടാകുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്. അതൊന്നും ഇബ്ലീസിന് പറ്റിയില്ല. നിസ്കാരം വസാദാക്കിയിട്ടൊന്നും ഇബ്ലീസിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്നുകൊണ്ട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു പിശാച് വന്നിട്ട് പറയും, ഞാൻ ഒരു ഭാര്യ ഭർത്താക്കളുടെ ഇടയിലേക്കാണ് ഞാൻ പോയത്, ആ രണ്ടുപേരെയും പരസ്പരം ചൂടായി ദേഷ്യപ്പെട്ട് പരസ്പരം ഉടക്കി, ഇപ്പോൾ രണ്ടുപേരും മിണ്ടുന്നില്ല, പിണങ്ങി നിൽക്കുകയാണ്, ബന്ധം മുറിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് തൻ്റെ ഔദ്യോഗിക ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓനങ്ങോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിഅമ അൻത, നീ തന്നെ ഇങ്ങനെ വേണം, ഇതാണ് മക്കളായ ഇങ്ങനെ വേണം, ഇങ്ങോട്ട് ചേർന്നിക്കെന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്തോടെ. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കണം. എന്താ വിഷയം? എന്താ? ഭാര്യ ഭർത്താക്കൾ തമ്മിൽ മിണ്ടാതെയായി, പരസ്പരം മിണ്ടുന്നില്ല, അവർ ഉടക്കിലായി, വിളിച്ച ഫോൺ എടുക്കില്ല, അവർ ഒരാളുടെ വീട്ടിലും മറ്റൊരാളുടെ വീട്ടിലുമാണ് പിണങ്ങിയിരിക്കുകയാണ്, പ്രശ്നം സോൾവ് ആയിട്ടില്ല. ആ പ്രശ്നം ഇബ്ലീസിന് വല്ലാത്ത ഇഷ്ടമാണ്. ആ പ്രശ്നം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ
പക്വതയോടുകൂടെ വികാരം നിയന്ത്രിക്കണം, വിവേകമാകണം കാര്യങ്ങളുടെ തീരുമാനം. ദേഷ്യം പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കരുത് ദീൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്തു കൊടുക്കുക. വളരെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മൾ മാറണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമാകും, അല്ലെങ്കിൽ കുടുംബം നരകാവും. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്താനുണ്ട്. നമ്മുടെ ശരീരം എന്നെന്നും ആരോഗ്യത്തോടെ നിലനിൽക്കാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കാൻ, നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല ബുദ്ധിയും തൻ്റെടവും നല്ല സാമർഥ്യം ഉണ്ടാകാൻ നിർബന്ധമായും നമ്മൾ ഡെയിലി കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് ഹണി, തേൻ എന്ന് പറയുന്നത്. അത് അമൃതാണ്, നമുക്കൊക്കെ അറിയാം. അത് ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് നമ്മൾ കഴിച്ചാൽ, അത് പതിവാക്കിയാൽ ഹോസ്പിറ്റലുമായി എന്നേക്കുമായി ഇവിടെ പറയാം. രോഗങ്ങളില്ലാതെ ജീവിക്കാം, ആരോഗ്യമുണ്ടാക്കാം. ആ ഒരു ശൈലി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നല്ല പ്യൂർ ഹണി, അതായത് പ്രോസസ്സ് ചെയ്യാത്ത, ചൂടാക്കാത്ത, കെമിക്കൽ ആഡ് ചെയ്യാത്ത, 100% വിശ്വസിക്കാൻ പറ്റുന്ന പച്ചയായ തേൻ നമ്മുടെ കരങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനം കഫാക്ക് ഹണി എന്ന് പറയുന്ന നാച്ചുറൽ ഹണിയുടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് തേൻ വരുത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കയറിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്താൽ നമ്മുടെ വീടുകളിലേക്ക്, കരങ്ങളിലേക്ക് ഈ കഫാക്ക് ഹണി എന്ന് പറയുന്ന പ്യൂർ തേൻ കിട്ടാൻ കാരണമാകും. മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.